എല്ലാവർക്കും നമസ്കാരം. രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് ശ്രീരാമ ഹനുമ ദേവസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ദശരം സംസ്കൃത സമാജം അതിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന രാമായണ പ്രഭാഷണ പരമ്പരയില് ഇന്ന് പ്രഭാഷണം അവതരിപ്പിക്കുന്നത് ശ്രീ ഗിരീഷ് വർമ്മ ആർ. വിഷയം സമുദ്ര ലംഘന ചിന്ത. ഏറ്റവും ആദരവോടും ബഹുമാനത്തോടും കൂടി ഗിരീഷ് വർമ്മയെ പ്രഭാഷണം അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. ഹരിയോ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ ശ്രീരാമ രാമ 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 ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം സദൃശം മൃഗംഗണാധ്യായേ സർവവിഘ്നോപശാന്തയേ. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര, ഗുരുദേവ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീരാമ ഹനുമത് ദേവസ്ഥാനം തൃക്കൈക്കൂട്ട് സ്വാമിയാർ മഠത്തിലെ എല്ലാ ഗുരുക്കന്മാർക്കും സഹപാഠികൾക്കും സുഹൃത്തുക്കൾക്കും എൻ്റെ വന്ദനം. അധ്യാത്മ രാമായണത്തിൽ കിഷ്കിന്ധാകാന്ഡത്തിലെ അവസാന അധ്യായമായ സമുദ്ര ലംഘന ചിന്ത എന്ന വിഷയമാണ് ഇന്നത്തെ പ്രഭാഷണം. ശ്രീരാമനാമ സ്മൃതി കൊണ്ടു സംസാര വാരാനിധിയെ കടക്കുവരും രാമഭാര്യ ലോകാരാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടം നീടുവാനേതുമുണ്ടരാകുല ഉണ്ടാകയിൽ ഒരു ജാതിയും എന്നു പറന്നു മറഞ്ഞിതൻ ഉന്നതനായ സമ്പാദി വിഹായസ. സീതാദേവി ലങ്കയിലുണ്ടെന്നും സമുദ്രം കടന്ന് അവിടെ ചെന്നാൽ സീതാദേവിയെ കാണാൻ സാധിക്കുമെന്ന് സമ്പാദി വാനര സേനയോട് പറഞ്ഞപ്പോൾ സമ്പാദിക്ക് പുതിയ ചിറകുകൾ മുളച്ചു. ആ ചിറകുകൾ ഉപയോഗിച്ച് സമ്പാദി പറന്നകന്നു. അങ്ങനെ സമ്പാദി പറന്നകന്നതിന് കഴിഞ്ഞ ശേഷമാണ് വാനരന്മാര് ഇനി എങ്ങനെയാണ് സമുദ്രം തരണം ചെയ്യുക എന്നതിനെ പറ്റിയിട്ടുള്ള ആലോചിച്ചു തുടങ്ങി. കൂറ്റൻ മുതലകളൊക്കെ ധാരാളം ഉണ്ട്. ഇതിന്റെ കരയാണെങ്കിൽ അപ്പുറത്ത് കാണാനും സാധിക്കണില്ല. അങ്ങനെ പറഞ്ഞ ഈ സമുദ്രം കണ്ടപ്പോ തന്നെ ഈ വാനരന്മാർക്ക് വളരെ ഭീതിയായി. ഇനി ഓരോ ആവാത്ത കാര്യങ്ങൾക്ക് ഇങ്ങനെ മുതിർന്ന് അവസാനം മരണം വരിക്കേണ്ട ഒരു കാര്യമുണ്ടോ എന്നുള്ളൊരു ചിന്ത വരെ അവർക്ക് വന്നു. അവർ പരിപൂർണരായിട്ട് നിരാശരായിട്ടിരിക്കുക. അങ്ങനെ നിരാശരായിട്ടിരിക്കുന്ന വാനരന്മാരോട് അംഗദൻ അവരെ ഉത്തേജിപ്പിക്കാനായിട്ട് പറഞ്ഞു, നമ്മുടെ ഇടയിൽ കുറെ വിക്രമവും വീര്യവും ശക്തിയുമുള്ള ധാരാളം വാനരന്മാരുണ്ട്. നിങ്ങൾ ആരെങ്കിലും ധൈര്യമായിട്ട് മുന്നോട്ട് വന്ന് ഞാൻ ഈ കൃത്യത്തിന് പോവാൻ തയ്യാറാണ്, എനിക്കിത് ചെയ്യാൻ സാധിക്കും എന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആ വാനരൻ നമ്മളെ മാത്രമല്ല സുഗ്രീവൻ, രാമൻ, ശ്രീരാമൻ, ലക്ഷ്മണൻ അവരുടെ പോലും ജീവൻ രക്ഷിക്കുന്നതിനായി മാറും. അവന് അത്രയും ബഹുമാനത്തോട് കൂടിയിട്ട് ലോകം അംഗീകരിക്കും. ഇങ്ങനെയൊക്കെ അംഗദം പറഞ്ഞു എന്ന് വിചാരിച്ചാലും ഈ വാനരന്മാരും മുന്നോട്ട് വരണില്ല. അവരിങ്ങനെ പരസ്പരം അങ്ങോട്ടും നോക്കിയിരിക്കുക. അവർക്കും ധൈര്യം വരണില്ല ചാടി ഇത് കടക്കാനായിട്ട്. അപ്പൊ അംഗദം വീണ്ടും പറഞ്ഞു, ശരി, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് എത്രത്തോളം ശക്തി ഉണ്ടെന്നുള്ള വിവരം നിങ്ങളൊന്ന് സ്വയം പറയുക. കാരണം ആകെ 100 യോജനയാണ് ഈ സമുദ്രത്തിന്റെ വീതി. അപ്പോ ആർക്കൊക്കെ എത്രത്തോളം യോജന നീണ്ടു കിടക്കാൻ പറ്റും എന്നുള്ള കാര്യം, അല്ലെങ്കിൽ എത്രത്തോളം യോജന കടക്കാൻ പറ്റുന്ന കാര്യം നിങ്ങൾ സ്വയം പറയാൻ പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ഓരോ വാനരന്മാരും സ്വന്തം ബലത്തെ പറ്റിയുള്ള ബോധം അനുസരിച്ച് എത്ര ദൂരം ചാടാം അല്ലെങ്കിൽ എത്ര യോജന ചാടാമെന്ന് മത്സര ബുദ്ധിയോടെ പറഞ്ഞു തുടങ്ങി. ചിലർ പറഞ്ഞു 20 യോജന, ചിലർ 40 യോജന,
80 യോജന 90 യോജന വരെ ചാടാന്ന് പറഞ്ഞു വാനരന്മാർ. പക്ഷെ ഇതിന്റെ മൊത്തം വീതി 100 യോജന. ഈ 100 യോജനയും കടന്ന് അവിടെ ലങ്കയിലെത്താന്ന് പറയാനായിട്ടുള്ള ധൈര്യം, അതിനുള്ള ഒരു ഉറപ്പ് ഒരു വാനരനും കാണിച്ചില്ല, ഒരു വാനരനും ഉണ്ടായില്ല. അപ്പോ ആ സമയത്ത് ജാംബവാൻ പറഞ്ഞു, ജാംബവാൻ പണ്ട് പഴയ ചെറുപ്പകാലത്ത്, ഇപ്പൊ ജാംബവാൻ വയസ്സായി, ജാംബവാൻ ചെറുപ്പകാലത്ത് മഹാബലിയുടെ കാലഘട്ടത്തിൽ, മഹാബലി രാജാവായി ഭരിക്കുന്ന കാലത്ത്, വാമനാവതാര കാലത്ത് ശ്രീ മഹാവിഷ്ണു 3 ലോകങ്ങളും നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ രൂപം കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് 10 ക്ഷണം കൊണ്ട് 21 പ്രാവശ്യം ഈ വാമനാവതാരത്തിൽ മഹാവിഷ്ണുവിനെ ചുറ്റി പ്രതിഷ്ഠ വെച്ചൊക്കെ പറ്റാൻ സാധിച്ചിട്ടുണ്ട് ജാംബവാൻ. അന്ന് അത്രയും ബലവാനും ശക്തിവാനും ഒരു ജാംബവാൻ. പക്ഷെ ജാംബവാൻ പറയാണ്, പക്ഷെ ഇപ്പൊ എനിക്ക് അളവില്ലാത്ത ശക്തിയൊക്കെ പോയി, ഞാൻ വളരെയധികം വയസ്സനായി, ഇപ്പൊ എനിക്ക് വാർദ്ധക്യം ബാധിച്ച് ഞാൻ അവശനായിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ജാംബവാനും അതിന് പറ്റില്ല എന്നുള്ള വിവരം പറഞ്ഞു. പിന്നെ അപ്പൊ ആ സമയത്ത് അങ്കദൻ യുവരാജാവാണ്. അങ്കദൻ പറഞ്ഞു, എനിക്ക് 100 യോജന ചാടി ലങ്കയിൽ എത്താം, പക്ഷെ തിരിച്ചു പോരാൻ സാധിക്കുമെന്ന കാര്യം ഉറപ്പില്ല. അപ്പോ ഇത് പറഞ്ഞു, ഇന്നൊരു കാര്യം ചെയ്യാം. അപ്പൊ അങ്കദൻ പറഞ്ഞു, അങ്ങനെയൊക്കെയാണ് സ്ഥിതി വെച്ചാല് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിവിടെ ഭക്ഷണമൊന്നും കഴിക്കണ്ട, ഒരു ഉപവാസം മതി, ഭക്ഷണമൊന്നും കഴിക്കണ്ട, നമുക്ക് ഇവിടെ തന്നെ മലർന്ന് കിടക്കാം, അവസാനം നമ്മള് ചത്തുപോക്കോളും. ഇപ്പൊ എന്തായാലും ഇപ്പൊ നമ്മള് തിരിച്ച് സീതയെ കാണാണ്ട് നമ്മൾ തിരിച്ച് ലങ്കയിൽ ഇവിടെ സുഗ്രീവനടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാലും കാര്യമില്ല, സുഗ്രീവൻ നമ്മളെ കൊല്ലും. അപ്പൊ അതിലും ഭേദം നമുക്ക് ഇവിടെ തന്നെ കിടന്ന് മരിച്ചു കളയാമെന്നുണ്ടാവും. എല്ലാരും കൂടി അവിടെ സമുദ്ര തീരത്ത് തന്നെ മലർന്ന് കിടന്ന് മരിക്കാൻ തീരുമാനിച്ചു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, ഇങ്ങനെ മരിക്കാനായിട്ടുള്ള അത്രയും നിരാശനായിട്ടിരിക്കുന്ന സമയത്താണ് ജാംബവാൻ ഹനുമാന്റെ ശക്തിയെ പറ്റി, അല്ലെങ്കിൽ ഹനുമാന്റെ പഴയ രഹസ്യങ്ങളെ പറ്റിയിട്ട്, ഹനുമാന്റെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ജാംബവാൻ പറഞ്ഞു കൊടുക്കും. എത്രയും വേഗബലമുള്ള എന്തൂജകൾ പ്രാണനന്ദനനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ഠനായി തന്നെ ഇരുന്നു കളകയോ, കണ്ടീല നിന്നെ ഒഴിഞ്ഞു മറ്റാരെയും, സാക്ഷായണീ ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ. അപ്പൊ ഹനുമാൻ പൂർവ്വവിത്രാന്തങ്ങളൊന്നും ഓർമ്മയില്ല, എല്ലാം ഹനുമാൻ മറന്നുപോയി. അപ്പൊ ഹനുമാന്റെ പൂർവ്വവിത്രാന്തങ്ങള് ആ സമയത്ത് ജാംബവാൻ ഹനുമാനെ ഓർപ്പിക്കുക. അതായത് പണ്ട് ശിവപാർവതിമാര് അവരുടെ വിവാഹം കഴിഞ്ഞ സമയത്ത്, അവരുടെ മധുവിധ ആഘോഷ കാലഘട്ടങ്ങളിൽ കാടുകളിൽ കഴിയുന്ന കാലത്ത് കുറച്ചു നാൾ വാനര രൂപികളായി വനശിഖരങ്ങളില്, വൃക്ഷശിഖരങ്ങളിൽ ചാടി കളിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ആ ഘട്ടത്തില് പാർവതി ദേവി ഗർഭിണിയായി. പക്ഷെ ഒരു കുരങ്ങിന്റെ അമ്മയാവാനൊന്നും പാർവതി ദേവി തയ്യാറായിരുന്നില്ല. അപ്പൊ ശിവൻ തന്റെ യോഗശക്തി കൊണ്ട് ഗർഭസ്ഥിതനായ ശിശുവിനെ വായു ഭഗവാനെ ഏൽപ്പിച്ചു. വായു ഭഗവാൻ പാർവതി ഗർഭവും പേറി നാനാദിക്കുകളിലും സഞ്ചരിക്കുകയും ഗർഭം പാകമായപ്പോൾ അത് അഞ്ജന എന്ന വാനര സ്ത്രീയിൽ നിക്ഷേപിക്കുകയും ചെയ്തു. അങ്ങനെ അഞ്ജന പ്രസവിച്ച കുട്ടിയാണ് ഹനുമാൻ. ഈ ഹനുമാൻ അഞ്ജന പ്രസവിച്ച് ഭൂമിയിൽ വീണ സമയത്ത് തന്നെ ഹനുമാൻ അവിടുന്ന് മൂളിക്കെടുത്ത് ചാടി ഏതാണ്ട് 500 യോജന പൊക്കത്തേക്ക് ചാടി എന്നാ പറഞ്ഞ ഹനുമാൻ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഹനുമാന്റെ പൂർവ്വചരിത്രങ്ങള് ജാംബവാൻ ഓർപ്പിക്കുകയാണ്. ഇങ്ങനെ ജനിച്ച ഉടൻ തന്നെ ഈ സമയത്ത് തന്നെ ഹനുമാൻ മുകളിലേക്ക് നോക്കിയ സമയത്ത് തുടുത്തു വിളങ്ങുന്ന സൂര്യബിംബത്തിനെ കണ്ടു. അത് കണ്ടപ്പോ അത് തുടുത്ത പഴം, നല്ല പഴുത്ത പഴമാണെന്ന് വിചാരിച്ച് അത് കൈക്കലാക്കാനായിട്ട് സൂര്യനെ നേരക്ക് ചാടി. ഏതാണ് സൂര്യബിംബത്തിന് അടുത്ത തറയപ്പോഴാണ് രാഹുവിനെ കണ്ടു. രാഹുവിന് പിന്നാലെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഐരാവതം എന്നുള്ള ആന നിൽക്കണം. എന്നാൽ ഐരാവതത്തിനെ ഭക്ഷിക്കാമെന്ന് വിചാരിച്ച് ഐരാവതത്തിനടുത്ത് വായ പൊളിച്ച് ഐരാവതത്തിനടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഒരു ചെറിയ ശിശുവാണെന്ന് ഓർക്കണം സമയത്ത് ഇന്ദ്രൻ അത് കണ്ടു. ഇന്ദ്രന്റെ വജ്രായുധം കൊണ്ട് ഹനുമാനെ പ്രഹരിച്ചു. അത് ഹനുമാന്റെ താടിയെലുമയാണ് കൊണ്ട് ഹനുമാൻ ബോധം കെട്ട് നിലത്ത് വീണ സമയത്ത് അത് കണ്ട് വളരെയധികം സങ്കടമായി വായുദേവന്. വേഗം വായുദേവൻ വന്ന്
ഹനുമാനെ വാരി എടുത്തു കൊണ്ടുപോയി പാതാളത്തിൽ പോയി. വായു പാതാളത്തിൽ പോയപ്പോ ഇവിടെ ചരാചരങ്ങൾ സ്തംഭിച്ചു, ഭൂമിയിൽ ജീവജാലങ്ങൾ നശിക്കുമെന്ന നിലയായി. ആ സമയത്ത് ബ്രഹ്മാദി ദേവകൾ എല്ലാവരും ചേർന്ന് ഉടൻ തന്നെ പാതാളത്തിലേക്ക് ചെന്ന് വായു ഭഗവാനെ യഥാസുതം സ്തുതിച്ചു, ഹനുമാനെ പൂർവ്വസ്ഥിതിയിലാക്കി. അങ്ങനെ ഹനുമാനെ എല്ലാവരും വളരെയും അനുഗ്രഹിക്കുകയും ചെയ്തു. ഈ വജ്രായുധം, ദേവേന്ദ്രന്റെ വജ്രായുധം താടിയിൽ ഉണ്ടായിട്ട് ഒരു മുറിവുണ്ടായി. ആ മുറിവുണ്ടായതുകൊണ്ട് അതുകൊണ്ട് ആ ശിശുവിന്, വാനര ശിശുവിന് ഹനുമാന് ഈ ദേവകളെല്ലാവരും കൂടി നാമകരണം ചെയ്തു. മാത്രമല്ല വളരെയധികം വരങ്ങളും ഈ സമയത്ത് ഹനുമാന് കൊടുക്കുകയുണ്ടായി. ഒന്ന്, ഒരിക്കലും മരണം ഉണ്ടാവുകയില്ല, വായുവിന്റെ പോലെ വേഗത്തിൽ പറക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ചാടാൻ സാധിക്കും, മഹാശക്തിമാനായി തീരും. അങ്ങനെ പല പല വരങ്ങളും ഈ ദേവന്മാര് ഹനുമാന് കൊടുത്തു. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ, ജാംബവാൻ വിസ്തരിച്ചു കഴിഞ്ഞപ്പോ എല്ലാം ഹനുമാന് എല്ലാ സംഭവങ്ങളും ഓർമ്മ വന്നു. ഹനുമാൻ ഉടനെ തന്നെ ബ്രഹ്മാണ്ടം കുലുങ്ങണ രീതിയിൽ സിംഹനാദം പുറപ്പെടുവിച്ചു, ഉറക്കെ ഗർജിച്ചു. വാമനമൂർത്തിയെ പോലെ ഹനുമാൻ വളർന്നു വന്ന് പർവ്വതാകാരനായി നിന്നുകൊണ്ട് തന്റെ കൂട്ടുകാരോട് ഉറക്കെ പ്രസ്താവിച്ചു തുടങ്ങി. അതായത്, ഞാൻ ഈ സമുദ്ര ലംഘനം ചെയ്ത് സീതയെ കണ്ടതിന് ശേഷം മടങ്ങി വരാമെന്നുള്ളതൊന്നല്ല പിന്നെ ഹനുമാൻ പറയണത്. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ലങ്കാപുരത്തെ ഭസ്മമാക്കും, രാവണനെ കുലത്തോടുകൂടി നശിപ്പിക്കും. അത് കഴിഞ്ഞ് രാവണനെ ബന്ധിച്ച് ഇടതുകരത്തിൽ പിടിച്ച് ത്രികൂട പർവ്വതത്തോടുകൂടി ലങ്കാനഗരത്തെ വലതുകരത്തിലും എടുത്തുകൊണ്ട് ഞാൻ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്നും കൂടി ഒന്നുകൂടി ഹനുമാൻ പ്രഖ്യാപിച്ചു. ഈ ഹനുമാനെ പ്രഖ്യാപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാല്, ഹനുമാനാണ് രാമൻ അങ്കുലിയം കൊടുത്തേക്കുന്നത് സീതയ്ക്ക് കൊടുക്കാനായിട്ട്. ആ രാമന്റെ അങ്കുലിയം വിരലിൽ കിടക്കുന്നതുകൊണ്ടാണ് ഹനുമാൻ ഇത്രയധികം ആത്മവിശ്വാസം കിട്ടിയത്, ഇതെല്ലാം പ്രകടിപ്പിക്കാനും സാധിച്ചത്. അങ്ങനെ ഹനുമാൻ അത്രയധികം വികാര ആവേശത്തോട് വിട്ടു വളരെയധികം ആവേശത്തിൽ നിൽക്കുന്ന സമയത്ത് ജാംബവാൻ ഉപദേശിച്ചു, ഹനുമാൻ സീതയെ കണ്ടതിന് ശേഷം മടങ്ങിയെത്തുക എന്നതാണ് ഹനുമാൻ ചെയ്യേണ്ടതെന്നാണ് ജാംബവാൻ ഉപദേശിച്ചത്. കാരണം രാവണ നിഗ്രഹം ശ്രീരാമനാണ് നിർവഹിക്കുന്നത്. അതിനുള്ള മാർഗം നിലയിലേക്ക് രാമരാവണ യുദ്ധം ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഹനുമാന്റെ യാത്ര ശുഭമാകുന്ന കാര്യത്തില് യാതൊരു സംശയവും ഉണ്ടാവുന്നതാണ് ജാംബവാൻ പറഞ്ഞത്. അതിന് പ്രധാനമായിട്ട് 2 കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ശ്രീരാമന്റെ കാര്യത്തിനായിട്ടാണ് ഹനുമാൻ പോകുന്നത്. രണ്ടാമതായിട്ട് മാരുതദേവൻ എപ്പോഴും ഹനുമാൻ തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ ഹനുമാൻ വാനരന്മാരുടെ എല്ലാവരുടെയും അനുവാദം വാങ്ങിച്ച് ശ്രീരാമദേവന്റെ ആവശ്യമാണ് ശ്രീരാമന്റെ ദൂതായിട്ട് ലങ്കയിലേക്ക് പോകാനായിട്ട് മഹേന്ദ്ര പർവ്വതത്തിന് മുകളിൽ കയറി ചാടാൻ ആരംഭിച്ചു. ആശീർവചനവും ചെയ്തു കവികുല വാശുപോകുന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൻ. മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം പരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ചരിതാനമാമി. ശ്രീരാമസ്വാമി ശരണം. എനിക്ക് രാമായണ മാസത്തില് ഇങ്ങനെ പ്രഭാഷണം തരാൻ അവസരം ഉണ്ടാക്കി തന്ന സ്വാമിയാർ മഠത്തില് പരമേശ്വരൻ സാറിനും ശ്രീമതി വിദ്യയ്ക്കും ഞങ്ങളുടെ സാറായിട്ടുള്ള വിശ്വനാഥൻ സാറിനും എന്റെ ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു. വളരെയധികം സന്തോഷം. ശ്രീ ഗിരീഷ് വർമ്മ സാർ ഇത്രയും സമയം ഈ രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ചുള്ള ഈ പരിപാടിയില് അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് ഈ വേദിയെ ധന്യമാക്കിയതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഇനിയും വരുന്ന പരിപാടികളിലെല്ലാം അതേപോലെ ഭാഗവാക്കായി സ്വാമിയാർ മഠത്തിലെ പരിപാടികളെല്ലാം നല്ല വിജയപ്രദമാക്കി തീർക്കണമെന്ന് അപേക്ഷിക്കുകയും കൂടെ ചെയ്യുന്നു. ഏറ്റവും സന്തോഷവും ഞങ്ങളുടെ എല്ലാവരുടെയും നമസ്കാരവും അറിയിക്കുന്നു. മച്ചേട്ടാ സാറില്ലേ, ആദ്യമായിട്ട് ഗിരീഷ് വർമ്മ സാറിന്റെ പാദങ്ങളിൽ എൻ്റെ വിനീത നമസ്കാരം. സമുദ്രലംഘന ചിന്തയാണ് കിഷ്കിന്ധാകാണ്ഡത്തിലെ അവസാന അധ്യായമായിട്ട് അദ്ദേഹം വിവരിച്ചു തരാനായിട്ട് തിരഞ്ഞെടുത്തത്. സമുദ്രതരണം എങ്ങനെ നടത്തണമെന്ന്
വാനരന്മാരെല്ലാം കൂടി ആലോചന നടത്തുകയായിരുന്നു സന്ദർഭം. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ അംഗദനും ജാമ്പവാനും ഹനുമാൻ സ്വാമിയാണ്. ഹനുമാൻ സ്വാമി ആ ദൗത്യം ശിരസാ വഹിച്ച് അതിൻ്റെ പരിപൂർണ ഫലപ്രാപ്തിയിലെത്തിക്കുന്നതാണ് കഥാസാരം. അത് ഭംഗിയായിട്ട് അവതരിപ്പിച്ച് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ഗിരീഷ് വർമ്മ സാറിന് എൻ്റെ അഭിനന്ദനങ്ങൾ. നന്ദി, നമസ്കാരം. നാളത്തെ പ്രോഗ്രാം. നാളെ കുട്ടികളുടെ പരിപാടിയിൽ മുകുന്ദ ഹരി ജാനകിജി അയ്യർ 2 കുട്ടികളാണ് രാമായണ കഥ തുടർന്ന് പറയുന്നത്. ക്ഷേത്രസ്മിത ഏകശ്ലോകി രാമായണം നാളെ ചൊല്ലും. പ്രസരം സംസ്കൃത സമാജത്തിലെ വിദ്യാർത്ഥികളുടെ പരിപാടിയിൽ നാളെ ശ്രീ ഗിരീഷ് ചിത്രശാല, അദ്ദേഹമാണ് പ്രഭാഷണം അവതരിപ്പിക്കുന്നത്. മാർഗവിഘ്നം, അതാണ് വിഷയം. എല്ലാവരും നേരത്തെ തന്നെ ഓൺലൈനിലും സന്നിഹിതരായി എല്ലാ പ്രഭാഷകരെയും അഭിനന്ദിക്കണമെന്ന്, അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സായിറാം. സായിരാം.